ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗസംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് ഏത്? സോ നമ്മൾ ഓർക്കേണ്ട കാര്യം പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗസംഖ്യകളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 വരാം, 81, 9ന്റെ സ്ക്വയർ 1. രണ്ടാമത്തേത് പറയുന്നത് പിന്നെ വരുന്നത് 2ന്റെ സ്ക്വയർ 4, അപ്പം യൂണിറ്റ് പ്ലേസ് 4 വരാം. അല്ലെങ്കിൽ 12ന്റെ സ്ക്വയർ 144, യൂണിറ്റ് പ്ലേസിൽ 4 വരാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ 25, യൂണിറ്റ് പ്ലേസിൽ 5 വരാം. ദെൻ 6ന്റെ സ്ക്വയർ 36, യൂണിറ്റ് പ്ലേസിൽ 6 വരാം. ഇതെന്താണ് പിന്നെ വരുന്നതെന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 13ന്റെ സ്ക്വയർ 169, യൂണിറ്റ് പ്ലേസിൽ 9 വരാം. 10ന്റെ സ്ക്വയർ 100, യൂണിറ്റ് പ്ലേസിൽ 0 വരാം. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ള സംഖ്യകൾ 1, 4, 5, 6, 9, 0 ആണ്. നേരെ മറിച്ച് 2, 3, 7, 8 എന്നിവ 2, 3, 7, 8 എന്നിവ ഈ 4 സംഖ്യകൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസുകളിൽ വരില്ല. നോക്കിയാൽ മതി. 1225. സോ ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ 5ആണ് യൂണിറ്റ് പ്ലേസിൽ. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. 6724, 4ആണ് യൂണിറ്റ് പ്ലേസിൽ, പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ സാധ്യതയുണ്ട്. 3721 യൂണിറ്റ് പ്ലേസിൽ 1ആണ്, സോ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ സാധ്യതയുണ്ട്. 2502 യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. യൂണിറ്റ് പ്ലേസിൽ 2, 3, 7, 8 വന്നാൽ അതൊരിക്കലും പൂർണ്ണവർഗ സംഖ്യ ആവില്ല. സോ ഇവിടുത്തെ പോസിബിലിറ്റി ഇല്ലാത്തതെന്ന് പറയുന്നത് 2502, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.